ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സോഫ്റ്റ് ആയ ഒരു പൊറാട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വീശി അടിക്കാതെ തന്നെ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതാ കണ്ടോ, വളരെ സോഫ്റ്റ് ആണ്. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഞാനിപ്പോ പൊറാട്ട ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ. അതായത് 500 ഗ്രാം മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്ത പോലെ നേരിട്ട് ചേർക്കാം, അല്ലെങ്കിൽ മാവ് കുഴച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചേർക്കാം കേട്ടോ. ഇനിയിപ്പോ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 മുട്ടയാണ്. ഈ 2 മുട്ടയും ഈ മാവിലേക്ക് നേരിട്ട് തന്നെ അങ്ങ് പൊട്ടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മുട്ടയും പഞ്ചസാരയും ഉപ്പും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരട്ടെ. ഇപ്പൊ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. വെള്ളം ഒട്ടും തന്നെ കൂടി പോവരുത്. അതുകൊണ്ട് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുത്താൽ മതി. മാവ് ജസ്റ്റ് ഞാൻ ഇതാ കണ്ടോ, ഏകദേശം ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആവുമ്പോഴത്തേക്കിന് മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പൊ കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പൊറാട്ട ഏകദേശം ഒരു 10-15 മിനിറ്റ് പൊറാട്ടയുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ട കിട്ടുള്ളൂ കേട്ടോ. കുഴച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇതിനെ തറയിലേക്ക് മാറ്റിക്കുകയാണ്. നല്ല വൃത്തിയുള്ള തറയിലേക്ക് മാറ്റണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. ഒരു 15 മിനിറ്റോളം കുഴച്ചെടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കയ്യിൽ കുറേശ്ശെ എണ്ണ തൊട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക. ഇപ്പൊ ഞാനിതാ ഇതിന് ഏകദേശം ഒരു 15 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് അല്പം എണ്ണയൊന്ന് പുരട്ടി കൊടുക്കണം. ഞാനിപ്പോ ഇതിനായിട്ട് സൺഫ്ലവർ ഓയിൽ ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് എണ്ണ തേച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനൊരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ ഇതിനെ നല്ലപോലെ സോഫ്റ്റ് ആയി വരാനും വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി ചെറുതായി ഒന്ന് നനച്ചെടുത്തിട്ട് വേണം കേട്ടോ കവർ ചെയ്യാന്. ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ഉള്ളതിന് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു കോട്ടൺ തുണിയാണ്. ഇത് കഴിഞ്ഞ പിന്നെ ഞാൻ വാഷ് ചെയ്തിട്ട് എടുത്തു വെക്കാറാണ് കേട്ടോ ചെയ്യാറ്. ഒരു മണിക്കൂർ ഇതുപോലെ തന്നെ വെക്കുക. അതിനുശേഷം കണ്ടോ, നല്ല മാവ് നല്ലപോലെ ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് മാവ് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ അല്പം എണ്ണ ഒന്നും കൂടെ ഒന്ന് തടവി കൊടുത്തിട്ട് വീണ്ടും ജസ്റ്റ് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിനെ ചെറിയ ബൗൾസ് ആക്കി മാറ്റുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ബോൾസ് ഇല്ലേ, അതിനെക്കാട്ടിലും കുറച്ചും കൂടി വലുതായിട്ട് വേണം ബോൾസ് ഉണ്ടാക്കിയെടുക്കാന്. ഞാനിപ്പോ എല്ലാത്തിനെയും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ, ഒരു ചപ്പാത്തി ബോളൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിനെക്കാട്ടിലും കുറച്ചും കൂടി വലുതായിട്ടാണ് കേട്ടോ ബോൾസ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ഓരോ ബോൾസ് എടുത്തിട്ട് നല്ല പോലെ പരത്തിയെടുക്കുക. തറയിൽ അല്പം മൈദപ്പൊടിയോ അല്ലെങ്കിൽ എണ്ണയോ തടവി കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിനെ പരത്തിയെടുക്കാൻ. മാക്സിമം നിങ്ങൾക്ക് വലിച്ചു നീട്ടാവുന്ന അത്രത്തോളം ഇത് പരത്തിയെടുക്കട്ടോ. കീറി പോയിക്കോട്ടെ, എന്നാലും ഒരു കുഴപ്പമില്ല. മാക്സിമം തിന്നായിട്ട് ഇതിനെ പരത്തിയെടുക്കുക. ഇതാ കണ്ടോ, ഞാനിപ്പോ ഇതിനെ വളരെ തിന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ എണ്ണ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാ ഇതുപോലെ. ഇതൊക്കെ ഞാൻ സൺഫ്ലവർ ഓയിൽ ആണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ അല്പം മൈദപ്പൊടി ഒന്ന് തൂവി കൊടുക്കാട്ടോ. ഇതൊക്കെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാല് പൊറാട്ട നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല പോലെ ലെയർ ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത്. ഈ മൈദപ്പൊടി തൂവി കൊടുത്തതിന് ശേഷം ഇതിനെ ഒരു സൈഡിൽ നിന്നും പതുക്കെ മടക്കി കൊണ്ടുവരിക കേട്ടോ.
ഇതുപോലെ ഒരു വശത്തു നിന്നും മറ്റേ വശത്തേക്ക് അങ്ങ് മടക്കി കൊണ്ടുവരിക. നമ്മൾ സാരിക്കൊക്കെ ഞൊറിഞ്ഞെടുക്കൂല, അതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ലെയർ ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിനെ ഒരു വശത്തു നിന്നും മറ്റേ വശത്തേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് ഇതിന്റെ ലാസ്റ്റ് വരുന്ന ഭാഗം ജസ്റ്റ് ബാക്കിലോട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്തെടുക്കുക. ഇതാ കണ്ടോ, ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാത്തിനെയും ഞാനിപ്പോ ഇതുപോലെ ചുറ്റിച്ചെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ മുകളിലൊക്കെ ഒന്ന് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി കൈ ഉപയോഗിച്ചിട്ട് ഇതിനെ ഓരോന്നിനെയും ഇതുപോലെ പതുക്കെ പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കുക കേട്ടോ. പ്രസ്സർ ഉപയോഗിക്കാം, പക്ഷെ പ്രസ്സർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്ടെന്ന് വെച്ചാല് പൊറാട്ട നല്ലപോലെ ലെയർ ആയിട്ട് കിട്ടൂല. ഇങ്ങനെ കൈ ഉപയോഗിച്ചിട്ട് പരത്തിയെടുത്താൽ മതി, ഒരു ബുദ്ധിമുട്ടും ഇല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിനെ ചുട്ടെടുക്കാനുള്ള കല്ലോ അല്ലെങ്കിൽ പാനോ എന്തായാലും കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് ആദ്യം കുറച്ച് ഓയിൽ ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പാന് നല്ലപോലെ ചൂടാക്കുക. നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഈ മാവുണ്ടല്ലോ അതങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് കൂടുതൽ സമയം വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇതിനെ ചുട്ടെടുക്കുക. ഓരോ പ്രാവശ്യം മറിച്ചിടുമ്പോഴും ഇതുപോലെ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാൻ. പിന്നെ ഒരു സൈഡ് കൂടുതൽ സമയം വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പൊറാട്ട നല്ല ഹാർഡായിട്ട് പോവാണ് കേട്ടോ ചെയ്യുക. അപ്പൊ സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് തീ പറ്റ കുറച്ച് വെച്ചിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് അങ്ങനെ ചുട്ടെടുത്താൽ മതി. പിന്നെ ഒന്ന് ചുട്ടെടുക്കുന്ന സമയത്ത് അടുത്തതിനെ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് പരത്തിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യണ പോലെ ഒന്നിനെ പരത്തിയെടുത്തിട്ട് അടുത്തതിനെയും പരത്തിയെടുത്തിട്ട് അതിന്റെ മുകളിൽ വെക്കുക, പിന്നെയും പരത്തിയെടുത്ത് അതിന്റെ മുകളിൽ വെക്കുക. അങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല കേട്ടോ. പരത്തിയെടുത്ത ഉടനെ തന്നെ ചുട്ടെടുക്കണം. മാത്രമല്ല അങ്ങനെ മോൾക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ പരസ്പരം ഒട്ടി പിടിച്ചങ്ങ് പോവുക ചെയ്യാം. അപ്പൊ പരത്തിയെടുക്കത്തതിന് ഉടനെ തന്നെ അങ്ങ് ചുട്ടെടുത്താൽ മതി. ഒന്ന് ചുടുമ്പോ മറ്റേതിനെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. എന്നിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ചുട്ടെടുത്തതിന് ശേഷം നമുക്കിതിനെ നല്ല പോലെ ഒന്ന് കൈ ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോ ചൂടോട് കൂടെ തന്നെ വേണം കേട്ടോ അടിച്ചെടുക്കാന്. ഇപ്പൊ ഞാൻ ഒന്നിനെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കുക. പിന്നെ ഇങ്ങനെ 4 5 ഒക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞാല് ഇതിനെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. ചൂടോട് കൂടെ തന്നെ അടിച്ചെടുക്കണം, എന്നാലേ പൊറാട്ട നല്ല ലെയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഹോം മെയ്ഡ് പൊറാട്ട. വളരെ സോഫ്റ്റ് ആണ്, ടേസ്റ്റിയുമാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിനുശേഷം വരുന്ന 3 ഓപ്ഷനിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.